മരണപ്പെട്ടവരെ എന്നല്ല, കാണാതെ പോയവർ. ഇപ്പോൾ കുറേ നാളായിട്ട് ഒരാളെ കാണാനില്ല. അപ്പോൾ പലതിനും സാധ്യതയുണ്ട്. അയാൾ മനഃപൂർവ്വം മറഞ്ഞു നിൽക്കാനും സാധ്യതയുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും അപകടങ്ങളാലോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളാലോ അയാൾ വരാൻ പറ്റാതെ മറഞ്ഞു നിൽക്കുന്നതും ആവാം. എന്തൊക്കെയായിരുന്നാലും കുറേ നാളായിട്ട് വിവരമില്ലാത്ത ഒരാളെ അയാളെ സ്വപ്നത്തിൽ ദർശിക്കാൻ പറ്റും. അങ്ങനെ സ്വപ്നത്തിൽ ദർശിക്കുകയും അയാളോട് ആ സ്വപ്നത്തിൽ തന്നെ അയാളുടെ വിവരങ്ങൾ ചോദിക്കാനും സാധിക്കും. ഇത് മുജറബായ വളരെ ആത്മാർത്ഥതയും മനസ്സാന്നിധ്യത്തോടെയും ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ്. അതുപോലെ തന്നെ അതിലൂടെ ധാരാളം ആളുകൾ ഇത് ഓതിയിട്ട് ഫലം കണ്ടതും ആണ്. അതൊരു നല്ല കാര്യവും കൂടെയാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഖിബിലയ്ക്ക് നേരെ നല്ലപോലെ വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് പൂർണ്ണമായും ഉളൂ ചെയ്യുക. പൂർണ്ണമായും ഉളൂ ചെയ്തിട്ട് ഖിബിലയ്ക്ക് മുന്നിട്ടിരിക്കുക. ഖിബിലയ്ക്ക് മുന്നിട്ടിരുന്നതിന് ശേഷം വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ എന്ന് തുടങ്ങുന്ന സൂറത്തു ഷംസ്, ആ സൂറത്ത് 7 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിനുശേഷം സൂറത്തുൽ ലൈൽ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ലൈൽ, അതും 7 പ്രാവശ്യം പാരായണം ചെയ്യുക. അതിനുശേഷം വത്തീനി വസ്സൈത്തൂൻ സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറത്ത്, ആ സൂറത്തും 7 പ്രാവശ്യം പാരായണം ചെയ്യുക. പിന്നെ ഖുൽഹു അല്ലാഹു അഹദ് 7 പ്രാവശ്യം, ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്, ആ സൂറത്തും 7 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ സൂറത്തു ഷംസ്, സൂറത്തുൽ ലൈല്, സൂറത്തു തീൻ, സൂറത്തുൽ ഇഖ്ലാസ്, ഇത്രയും സൂറത്തുകൾ 7 പ്രാവശ്യം പാരായണം ചെയ്തതിൻ്റെ ശേഷം പിന്നീട് ഒരു ചെറിയൊരു ദുആ കൂടെ ചെയ്യാനുണ്ട്. അല്ലാഹുമ്മ അരിനി ഫി മനാമി, അല്ലാഹുമ്മ അരിനി ഫി മനാമി, അരിനി, അല്ലാഹുമ്മ അരിനി ഫി മനാമി. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ വ്യക്തിയുടെ പേര് അവിടെ പറയുക. ഇപ്പോൾ അബ്ദുൽ ജബ്ബാർ ആണ് എന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ അരിനി ഫി മനാമി അബ്ദുൽ ജബ്ബാർ. അയാളുടെ വാപ്പയുടെ പേരും കൂടെ അറിയുമെങ്കിൽ ബിൻ അബ്ദുൽ അസീസ് എന്ന് ചേർത്ത് പറയുക. അല്ലാഹുമ്മ അരിനി ഫി മനാമി അബ്ദുൽ ജബ്ബാർ ബിൻ അബ്ദുൽ അസീസ്, വാപ്പയുടെ പേരും കൂടെ ചേർത്ത് പറഞ്ഞാൽ നല്ലതാണ്. അതിനുശേഷം വജഅല്ലി മിൻഹു, വജഅല്ലി മിൻഹു ഫറജൻ വമഖ്റജ, വജഅല്ലി മിൻഹു ഫറജൻ വമഖ്റജ വഅരിനി ഫി മനാമി, വഅരിനി ഫി മനാമി മസ്തദല്ല ബിഹി, മസ്തദല്ല ബിഹി അലാ ഇജാബത ദഅവതി. അത് എഴുതിയെടുക്കുന്നവർക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം, അതുകൊണ്ടാണ് കുറച്ച് നിർത്തി പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ തുടക്കം മുതൽ ആ ദുആ പറയാം. അല്ലാഹുമ്മ അരിനി ഫി മനാമി, പിന്നെ ആളുടെ പേര് അബ്ദുൽ ജബ്ബാർ അല്ലെങ്കിൽ അബ്ദുസലാം, വാപ്പയുടെ പേരുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ബിൻ ചേർത്ത് വാപ്പയുടെ പേരും പറയാം. വജഅല്ലി മിൻഹു ഫറജൻ വമഖ്റജ വഅരിനി ഫി മനാമി മസ്തദല്ല ബിഹി അലാ ഇജാബത ദഅവതി. ഇത്രയും ആണ് ആ ദുആ. ഇത് 7 ദിവസമാണ് ഇതിൻ്റെ അളവ്. ഇതിനിടയിൽ
ഇൻഷാ അള്ളാ അധികം പേരും കണ്ടിട്ടുണ്ട്, അധികം പേരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 7 ദിവസം അത് അവരവർ ചെയ്യുന്ന ആത്മാർത്ഥത പോലെയും അവരവർ ചെയ്യുന്ന മനസാന്നിധ്യവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കാണുക. ചിലപ്പോൾ 1-മത്തെയോ 2-മത്തെയോ ദിവസം തന്നെ കണ്ടു എന്ന് വരാം. അപ്പോൾ എന്തിരുന്നാലും നമ്മുടെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരോ ഒക്കെ ആരെങ്കിലും ചെറുപ്പത്തിലേ കാണാതായവർ, അതല്ലെങ്കിൽ ഗൾഫിലേക്ക് ജോലിയായിട്ട് പോയത് പിന്നെ യാതൊരു വിവരവുമില്ല, അങ്ങനെയൊക്കെയുള്ള ധാരാളം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ഒന്ന് പരീക്ഷിക്കുക. മറ്റു മാർഗങ്ങൾക്കും ഹറാമല്ലാത്ത മറ്റെല്ലാ മാർഗങ്ങൾക്കു വേണ്ടിയും പരീക്ഷിക്കാവുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.